ഹലോ, അപ്പോൾ ഞാൻ ഒരു ബണ്ടി ഓഫ് ചോദ്യങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അതായത് ഗർഭകാലത്ത് പല തെറ്റിദ്ധാരണകളും നമ്മളുടെ ഇടയിൽ വന്നു പോകുന്നതാണ്. അതായത് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ പഴയ ആളുകൾ, അവർ ഫോളോ ചെയ്യുന്ന രീതികൾ ഒക്കെ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിലേതൊക്കെയാണ് ശരി, എന്തൊക്കെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത് എന്നൊന്നും നമുക്കൊരു ധാരണയുണ്ടാവില്ല. അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണ് ഇപ്പോഴും പതിവ്. അപ്പോൾ എനിക്ക് ഇതിൽ കുറേ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. പല രീതിയിൽ സെർച്ച് ചെയ്തും ഡോക്ടേഴ്സിനോട് ചോദിച്ചുമൊക്കെ. പക്ഷേ അതിൽ കുറേ സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. അതേക്കുറിച്ച് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്, എനിക്ക് തോന്നിയ സംശയങ്ങളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനോട് യോജിക്ക് പറ്റാതിരിക്കാം, ചിലപ്പോൾ ഇത് ശരിയാണെന്ന് തോന്നാം. അതൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇനിയിപ്പോൾ ശരിയെന്ന് തോന്നുന്നു അതേക്കുറിച്ച് സംസാരിക്കാം. ഒക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് എൻ്റെ വീഡിയോയുടെ കമൻ്റായിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഭാവിയിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാരണം ഇതുവരെ നിങ്ങളും അതേ പഴയ രീതി തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, എന്നാൽ ഇതൊന്നും ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ അടുത്ത തലമുറയ്ക്ക് ആ രീതികൾ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ കഴിയട്ടെ ഈ വീഡിയോ കൊണ്ട് എന്നതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്, കുറേ സംശയങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഗർഭം ഒരു രോഗമല്ല. ഇതൊരു പാർട്ട് ഓഫ് ദി ഡേ, ലൈഫിലുണ്ടാകുന്ന ഒരു ചെറിയ സംഭവം മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കി, ഒരു കുഞ്ഞ് വളരുക എന്ന് പറയുന്നത്, നമ്മളുടെ ഉള്ളിൽ വളരുക എന്ന് പറയുന്നത്, അത് നമ്മൾ മനസ്സിലാക്കി ഇതിന് കുറച്ച് കെയറും കുറച്ച് അതിന് ശ്രദ്ധയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം. അത് നമ്മൾ സന്തോഷത്തോടെയും ചില്ലായിട്ട് നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗർഭകാലം സുഖകരമാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന ബോഡി ചേഞ്ചസ് ആണ്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ചോദ്യങ്ങളും അതിലും കുറേ ചോദ്യങ്ങൾ, പലർക്കും സംശയങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ബോഡി ചേഞ്ചസ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 മാസവും അതുപോലെ തന്നെ അവസാനത്തെ 3 മാസവും നിങ്ങൾക്കുണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. അത് പലർക്കും സംശയമുണ്ട്. എൻ്റെ ഫ്രണ്ട്സും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സംശയങ്ങൾ ഇത് ഇങ്ങനെയാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ആദ്യത്തെ 3 മാസം നിങ്ങൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മയായിരിക്കാം, ചൊറിച്ചിലായിരിക്കാം, അതുപോലെ തന്നെ ക്ഷീണം, നല്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്ഷീണം ഉണ്ടാകും. അതുപോലെ തന്നെ ഇച്ചിങ് ഉണ്ടാകും, യൂറിൻ പാസേജ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. പിന്നെ പലർക്കും ഛർദി എന്നുള്ളൊരു സംഭവങ്ങൾ ഉണ്ടാകും. എനിക്ക് ഛർദി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അതേക്കുറിച്ച് എനിക്കറിയത്തില്ല. ഇതേ സംഭവം തന്നെ നമുക്ക് അവസാനത്തെ 3 മാസവും ഇതേ രീതി തന്നെ ഉണ്ടാവും. അത് പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ അവസാന മാസങ്ങളിൽ നമ്മൾ വയറ് വികസിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന പല പല പ്രശ്നങ്ങളാണ്. അത് നമുക്ക് കൂളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. ചുറ്റുമുള്ള ആളുകൾ പറയുന്ന കുറേ രീതികൾ, നെഗറ്റീവായിട്ടുള്ള കുറേ രീതികൾ നമ്മൾ പാടെ തുടച്ച് മാറ്റുക എന്നുള്ളതാണ്. അതിൽ എടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ മനസ്സിലാക്കിക്കാനുമൊന്നും നമുക്ക് സാധിക്കാതെ വന്നാൽ അത്തരം ആളുകളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാൻ. അത് ചെയ്തു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് നല്ല പോസിറ്റീവ് എനർജിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഉറക്കമില്ലായ്മയും അതുപോലെ തന്നെ ക്ഷീണം അതൊക്കെ നമുക്ക് മാക്സിമം മാറ്റാൻ പറ്റാവുന്നതേ ഉള്ളൂ. കാരണം നമ്മളുടെ മൈൻഡ് എത്ര കൂളാവുന്നുവോ ആ കൂളാവുന്നതിനനുസരിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ ആ സമയങ്ങളിലൊക്കെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യും. അതായത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് മൈൻഡിൽ വിഷമം ഉണ്ടാക്കും. ചെറിയൊരു കാര്യം മതി നമുക്ക് സങ്കടം ഉണ്ടാക്കാൻ. അത്തരം കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇതുവരെ വന്ന ലൈഫ് സ്റ്റൈലായിരിക്കില്ല പിന്നീട് ഉണ്ടാവുക. കാരണം ഹോർമോൺ ചേഞ്ച് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ പല രീതിയിലും എഫക്റ്റ്
അതാണ് നമുക്ക് മൈൻഡ് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇത് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം അതാണ് പറയുന്നത്, പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായി പറയുന്ന ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇത്തരം സിംറ്റംസും ഇത്തരം എന്താ പറയുക നമുക്ക് ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ആദ്യം പറയുന്ന കുറേ കാര്യങ്ങളാണ് ഇരിക്കുന്ന രീതികൾ, നടക്കുന്ന രീതികൾ, ഇങ്ങനെ നടക്കാൻ പാടില്ല, അങ്ങനെ നടക്കാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ഇങ്ങനെ കിടക്കാൻ പാടില്ല, കിടക്കുന്ന പൊസിഷൻസ് മാറ്റണം. അത്തരം കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതേക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയും ഒന്നും ഉണ്ടാകത്തില്ല. ഞാൻ പറയാൻ പോകുന്നത് അതായത് ഇരിക്കുന്ന രീതികൾ മാറ്റണമോ എന്നുള്ളത്. ഒരു കാരണവശാലും നിങ്ങൾ ഇരിക്കുന്ന രീതികളൊന്നും മാറ്റേണ്ടതില്ല. കാരണം നമ്മൾ വയറ് വികസിച്ചത് 6 മാസം 7 മാസമൊക്കെ ആകുമ്പോഴാണ് നമ്മളുടെ വയറ് വികസിക്കുന്നത്. അപ്പോൾ ആ വികസിക്കുമ്പോൾ നമ്മൾക്ക് ഇരിക്കാനുള്ള പൊസിഷൻസ് ഒക്കെ മാറ്റേണ്ടതായിട്ട് വരും. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറ്റും. കാരണം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, പല രീതിയിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതൊക്കെ നമുക്ക് മാറ്റേണ്ടതായിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ കാല് മടക്കി ഇരിക്കാൻ പാടില്ല, അത് കുട്ടിയുടെ വൈകല്യത്തിന് കാരണമാവും, അത് കുട്ടിക്ക് ഭയങ്കര ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് കംഫർട്ടായിട്ട് എങ്ങനെയാണോ ഇരിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നമുക്ക് ഇരിക്കാവുന്നതാണ്. അതിലൊന്നും ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. പിന്നെ നടക്കുന്ന കാര്യത്തിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ പതുക്കെ നടക്കണം, പിന്നെ ഒരു സൈഡ് ചെരിഞ്ഞ് പിടിച്ച് നടക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. സാധാരണ നമ്മൾ എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ നടക്കുക. നമ്മൾ വീഴാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതിന് നമ്മൾ വയറ് പിടിച്ചുകൊണ്ട് ഇറങ്ങണം, സ്റ്റെപ്പ് ഇറങ്ങണം, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നിങ്ങൾ കൂളായി നടക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കിടക്കുന്ന പൊസിഷൻസ്, അത് നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ട് അവർ പറയും നിങ്ങൾ പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ആദ്യത്തെ മാസങ്ങളിൽ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് എങ്ങനെയാണോ കിടക്കാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറയും. നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ മാസങ്ങളിലൊക്കെ ഇവർ പറയുന്നത്, പലരും ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ആദ്യത്തെ മാസം തൊട്ടേ നമ്മൾ ചെരിഞ്ഞ് കിടക്കും. അതിൻ്റെ ആവശ്യമേ ഇല്ല. ഒരു 5-6 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ വയറ് ഓൾറെഡി വികസിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി മലർന്ന് കിടക്കാനുള്ള ബുദ്ധിമുട്ട് ഓട്ടോമാറ്റിക്കലി വരും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെരിഞ്ഞ് കിടക്കും. അപ്പോൾ ആ സമയത്ത് മാത്രമേ നമ്മൾ ചെരിഞ്ഞ് കിടക്കേണ്ടതുള്ളൂ. അതുവരെ നമ്മൾ എന്താ പറയുക ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെയാണോ കിടക്കാൻ തോന്നുന്നത് അതുപോലെ കിടക്കാം. അപ്പോൾ ഈ മലർന്ന് കിടക്കരുത് എന്ന് പറയുന്നത് കുട്ടി വളരുന്നതിനനുസരിച്ച് കുട്ടിക്ക് ഓക്സിജൻ കിട്ടാതെ വരും. ഈ മലർന്ന് കുറേ മണിക്കൂറോളം കിടക്കുമ്പോൾ ഓക്സിജൻ കിട്ടാതെ വരും എന്നതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് ഇവർ പറയുന്നത്. അത് പഴയ ആളുകൾക്ക് അറിയുമെന്ന് പോലും അറിയില്ല. പക്ഷേങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു സംഭവം. അത് പിന്നെ ചില ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ തന്നെ പരിശീലിക്കും. കാരണം ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ചെരിഞ്ഞ് കിടക്കാൻ പറ്റാതെ വരും എന്നുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു വിചാരിച്ചിട്ട് ആദ്യമേ ശീലിക്കും. ഒരു 3 മാസം ഒക്കെ ആകുമ്പോൾ നമ്മൾ ചെരിഞ്ഞ് കിടന്ന് ശീലിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് ചെരിഞ്ഞ് കിടക്കാനുള്ള പല പ്രൊഡക്റ്റുകളും ഇപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് പില്ലൊക്കെ വെച്ചിട്ടും അല്ലാതെയും ഒക്കെ ചെരിഞ്ഞ് കിടക്കാനുള്ള രീതികൾക്ക് വേണ്ടി സഹായിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊക്കെ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്കത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് അമ്മമാരും എല്ലാവരും പറയുന്നതൊക്കെ ഇനി 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ നമ്മളോട് പറയും. പക്ഷെ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കാരണം നിങ്ങൾ കഴിക്കുന്ന രീതികൾ മാറ്റുക, നിങ്ങളുടെ ഫുഡിൽ എന്തൊക്കെ മാറ്റങ്ങളുള്ള ഹെൽത്തി ഫുഡുകൾ ഉൾപ്പെടുത്തുക. ജങ്ക് ഫുഡുകൾ ഒരുപാട് കഴിക്കുന്നവരായിരിക്കും, തട്ടുകടയിൽ നിന്ന് ഒക്കെ കഴിക്കുന്നവരായിരിക്കും, അതിലൊക്കെ ഒരു മാറ്റം വരുത്തുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ നിങ്ങൾ കഴിക്കുന്ന ഇപ്പോൾ ചോറ് കുറച്ച് കൂടുതൽ അളവിൽ കൂട്ടി കഴിക്കണം, പിന്നെ നിങ്ങൾ കഴിക്കുന്ന ചപ്പാത്തി 2 ആണെങ്കിൽ 4 എണ്ണം കഴിക്കും, അങ്ങനെ ഒരു ആവശ്യമില്ല. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാര്യത്തിൽ തന്നെ ഒരു ഗ്ലാസ് പാലും ഒരു കോഴിമുട്ടയും ഒരു നേന്ത്രപ്പഴവും കഴിച്ചാൽ തന്നെ ഹെൽത്തി ഫുഡായി.
അത് വെയിറ്റ് കൂട്ടുന്ന കുട്ടിക്കും വെയിറ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ്. കുട്ടിക്ക് വെയിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഹെൽത്തി ഫുഡുകൾ, അതായത് ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഇലക്കറികൾ, പച്ചക്കറികൾ, അതുപോലെ തന്നെ ചിക്കനൊന്നും കഴിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചിക്കനിലൊക്കെ ഭയങ്കരമായിട്ട് പ്രോട്ടീൻ ഉള്ളതാണ്. അതുകൊണ്ട് ചിക്കൻ കഴിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്തരം ഫുഡ് രീതികൾ, മെനുകൾ അത് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. അല്ലാണ്ട് അനാവശ്യമായി നിങ്ങൾ ഫുഡ് കഴിക്കേണ്ട കാര്യമില്ല. പിന്നെ ചില ആളുകൾക്ക് ആദ്യത്തെ മാസങ്ങളിൽ ഭയങ്കര ഛർദിയായി, അപ്പോൾ ഉള്ള വെയിറ്റും ലോസ് ആവുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാതെ ഈ ഹെൽത്തി ഫുഡുകൾ, ഈ ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ആ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളിൽ തന്നെ മറ്റൊരു കാര്യം പറയാൻ, ജങ്ക് ഫുഡ് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡോക്ടേഴ്സിനോട് നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് കഴിക്കൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പിസ്സയും ബർഗറൊക്കെ ഇഷ്ടമാണെങ്കിൽ വല്ലപ്പോഴും കഴിക്കാം എന്നുള്ളതാണ്. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. അതൊന്നും നിങ്ങളുടെ കുട്ടിയെ ബാധിക്കാനോ ഒന്നും പോകുന്നില്ല. പക്ഷേ എന്നും നിങ്ങൾ അത് കഴിക്കരുത്, എന്നും നിങ്ങൾ ഹോട്ടൽ ഫുഡ് കഴിക്കരുത് എന്നാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് എന്ത് കഴിക്കണം, ഈ ഫുഡിൽ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തോടുള്ള മത്സ്യങ്ങൾ കഴിക്കരുത് ഗർഭിണികൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഞണ്ട്, അതുപോലെ തന്നെ കൊഞ്ച്, അതുപോലെ തന്നെ കല്ലുമ്മക്കായ, അതൊക്കെ വയറിന് ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ വയറിന് ഇത്തരം ഫുഡുകൾ ഓൾറെഡി വയറിന് പ്രോബ്ലം ഉണ്ടാക്കുന്നവർക്ക് ഗർഭകാലത്തും പ്രോബ്ലം ഉണ്ടാക്കണം. അല്ലാതെ ഈ ഫുഡുകളൊന്നും കഴിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് അത് കഴിക്കുന്നതിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ഇതൊക്കെ ഞാൻ കഴിച്ച ആളാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യം ഡേറ്റ്സ് കഴിക്കുന്നതിനെ കുറിച്ചാണ്, ഈന്തപ്പഴം കഴിക്കുന്നതിനെ കുറിച്ച്. ഇപ്പോഴും പലർക്കും സംശയമാണ് ഈന്തപ്പഴം ഗർഭിണികൾ കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് മാസങ്ങളിൽ. കാരണം ഈ രക്തം വെക്കാനാണ് ഡേറ്റ്സ് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമുക്ക് പീരീഡ്സ് ഭയങ്കരമായിട്ട് കുറവുള്ളവർക്ക് ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബ്ലഡ് വെക്കും എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഗർഭിണികൾ ഈന്തപ്പഴം ആദ്യത്തെ മാസങ്ങളിൽ കഴിക്കുമ്പോൾ ഗർഭം അലസാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് കഴിക്കരുതെന്നൊക്കെ അമ്മമാരൊക്കെ പേടിച്ച് പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഡോക്ടേഴ്സ് പറയുന്നത് എല്ലാ ദിവസവും ഒരു 3-4 ഡേറ്റ്സ് കഴിക്കണം എന്നാണ്. ആദ്യ തുടക്കത്തിലേ നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോളൂ. ഡോക്ടേഴ്സും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ അബോർഷൻ വരെ ഉണ്ടാകും എന്നുള്ള കാര്യം. പപ്പായ, അതുപോലെ തന്നെ പൈനാപ്പിൾ. ഇതിനിപ്പോഴും ഉത്തരം പലർക്കും കിട്ടിയിട്ടില്ല. പലരും, ഞാനും അതുപോലെ തന്നെ ആദ്യത്തെ മാസങ്ങളിലൊന്നും പപ്പായ കഴിച്ചിട്ടില്ല, എന്നോട് കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ, ഞാൻ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പപ്പായ ഭയങ്കര ഹെൽത്തി, നല്ല ഫുഡാണെന്ന് നല്ല ഫ്രൂട്ട്സ് ആണെന്ന് നമുക്കറിയാം. വൈറ്റമിൻസും എല്ലാം അടങ്ങിയ ഇതാണെന്ന് പറയാം. എന്തുകൊണ്ടെന്ന് ഗർഭിണികൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ചോദിച്ചു പറയുന്നതാണ്. അതിലൊരു ലാക്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഇത് അടങ്ങിയിട്ടുണ്ട്. ആ ലാക്റ്റിക്സ് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അല്ലാതെ അബോർഷൻ ഉണ്ടാക്കുന്നോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നില്ല, വയറിന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അത് കൂടുതലായിട്ട് പച്ചപ്പപ്പായ കഴിച്ചു കഴിഞ്ഞാലാണ് അത് സംഭവിക്കുന്നത്. ഏതായാലും നമ്മൾ ഒരു കഷ്ണമൊക്കെ കഴിച്ചു കഴിഞ്ഞാലും അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ അതുപോലെ തന്നെ ഈ പഴുത്ത പപ്പായ കഴിക്കുന്നതിനെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ അമിത അളവിൽ കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയാൻ, നമ്മൾ ഇന്നും ഡെയിലി ഈ പപ്പായ 1 കിലോ എടുത്ത് കഴിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. 1-2 പീസസ് നമ്മൾ കഴിക്കും, അല്ലെങ്കിൽ ഒരു പപ്പായ ജ്യൂസ് കഴിക്കും, അത്രയും നമ്മൾ കഴിക്കുന്നുള്ളൂ. അതും നമ്മൾ വല്ലപ്പോഴായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അതൊന്നും ഒരിക്കലും പ്രോബ്ലമായിട്ട് വരുന്ന കാര്യങ്ങളല്ല. അതും ഈ പച്ചപ്പപ്പായ കഴിക്കരുത് എന്ന് പറയുന്നത് ഈ 3 മാസത്തെ 4 മാസത്തെ പീരീഡിലാണ് അത് കഴിക്കരുത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു 7 മാസം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കറി വെച്ചിട്ട് കഴിക്കാം. പച്ചയായിട്ട് കഴിക്കണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കറി വെച്ചിട്ടും തോരനാക്കിയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാം, അതിലൊരു കുഴപ്പമില്ല. ആ തെറ്റിദ്ധാരണകൾ മാറ്റേണ്ട കാലം കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം പൈനാപ്പിളിൽ പലർക്കും വയറിന് പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ്. കാരണം അതിൻ്റെ അകത്തുള്ള ഒരു മുൾ പോലുള്ള സാധനങ്ങൾ വയറിലെത്തിക്കഴിഞ്ഞാൽ പല പ്രോബ്ലംസും പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയേണ്ടി വരും. അപ്പോൾ അത് കഴിക്കുന്നതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ തന്നെ ഫുഡുകളുടെ കാര്യത്തിൽ കുറേ ആൾക്കാർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ
കൃത്യമായിട്ട് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പല ഡോക്ടേഴ്സും ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ഫോളോ ചെയ്ത് പോവാം. പല കോംപ്ലിക്കേഷൻസും ഉള്ളവർക്കാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്തവർക്കും ഒരു പ്രശ്നവുമില്ല. അത് തന്നെയാണ് ഞാൻ പറയുന്നത്, ഗർഭം ഒരു രോഗമല്ല എന്ന് പറയുന്നത്. അപ്പം അത്ര എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യാൻ പാടുണ്ടോ, ഡാൻസ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അമ്മമാരെല്ലാം സൂക്ഷിക്കണം, ഇളകരുത്, എക്സസൈസ് ചെയ്യാൻ വേണ്ട, എല്ലാം നിർത്തിക്കോളും എന്നൊക്കെ പറഞ്ഞ് മൂലക്കെടുത്തുന്ന ആളുകളാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ അതൊന്നും ചെയ്യരുത്. കാരണം എക്സസൈസ് ഒക്കെ തുടക്കം മുതലേ ചെയ്യണം. കാരണം നമ്മൾ ഹെവി ആയിട്ട് ചെയ്യില്ല. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആദ്യം തുടക്കം മുതൽ അവസാനം വരെ ചെയ്യണമെന്നാണ്. കാരണം അവസാനത്തെ മാസം പോലും സ്റ്റെപ്പുകൾ ഇറങ്ങുന്നത് നമ്മുടെ പ്രസവം നല്ല സുഖകരമാക്കും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ രീതിയിലുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യണം. പല എക്സസൈസ് ഉണ്ട്, ഇരുന്നിട്ട് എഴുന്നേൽക്കുക എന്നുള്ള ഒക്കെ എക്സസൈസ്, ബട്ടർഫ്ലൈ എക്സസൈസ്, ബെഡിൽ ഇരുന്നിട്ട്, അത്തരം എക്സസൈസൊക്കെ അവസാന മാസങ്ങളിൽ ചെയ്താൽ നല്ലതാണ്. നിങ്ങൾക്കും കൂടി നല്ലതാണ്. നിങ്ങൾക്ക് ഉറക്കമില്ലാത്തവരാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ സുഖകരമായിട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറക്കും. നീന്തൽ, സ്വിമ്മൊക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത് ഈ ഗർഭകാലത്ത്. അത്തരം എക്സസൈസും അതുപോലെ തന്നെ നടക്കുക, എല്ലാ ഫുഡുകൾ കഴിച്ചാൽ, രാവിലെ ഫുഡ് കഴിച്ചാലും ഉച്ചക്ക് ഫുഡ് കഴിച്ചാലും രാത്രി ഫുഡ് കഴിച്ചാലൊക്കെ കുറച്ച് സമയം നടക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും ഇല്ലെങ്കിൽ 8-9 മാസം വരെ ജോലിക്ക് പോകാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ റുട്ടീൻ അതുപോലെ തന്നെ നിങ്ങൾ ആഫ്റ്റർ പ്രഗ്നൻസി, ബിഫോർ പ്രഗ്നൻസിനെ പോലെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി മനസ്സുഖം നിങ്ങൾക്ക് കിട്ടും. മൈൻഡ് റിഫ്രഷ് ആവും. ആളുകളെ കാണുമ്പോഴും നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ബേബിക്കും അതുപോലെ തന്നെ സന്തോഷകരമായ ഒരു ഇത് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ 8 മാസം വരെ ജോലിക്ക് പോയ ഒരാളാണ്. അപ്പോൾ അതെനിക്ക് കൂടുതൽ, അതായത് നമ്മൾ എപ്പോഴും റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന സമയങ്ങളിലാണ് നമുക്ക് കൂടുതൽ നമ്മൾ എന്തോ രോഗിയാണ് എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് തോന്നുന്നത്. അത് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. മാക്സിമം നിങ്ങൾക്ക് പോകാൻ പറ്റുന്നോ അതുപോലെ നിങ്ങൾ ജോലിക്ക് പോവുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത് എനിക്ക് പറയാനുള്ളത് കുറേ അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളെ കുറിച്ച്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാം, അമ്പലത്തിൽ പോകരുത് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് 7 മാസമാണെന്ന് തോന്നുന്നു, 7ാമത്തെ മാസം മുതൽ ഗർഭിണികൾ അമ്പലത്തിൽ പോകാൻ പാടില്ല. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ആളുകളോട് ചോദിച്ചിട്ടുണ്ടോ? അവർ പറയുമ്പോൾ നമ്മളത് അനുസരിക്കും എന്നുള്ളത് മാത്രമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അതായത് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് കുറേ ലൈറ്റുകളും പിന്നെ അതുപോലെ തന്നെ കുറേ ഇപ്പം ഉത്സവങ്ങളൊക്കെ ആണെങ്കിൽ ചെണ്ടമുട്ട്, അങ്ങനത്തെ കുറേ നമ്മൾ ബഹളങ്ങൾ, അതൊക്കെ നമുക്ക് ചിലപ്പം എനർജി ഭയങ്കരമായിട്ട് കൂട്ടും. അത് ബേബിക്ക് ദോഷം ചെയ്യുന്നത് നമുക്ക് അത് ഇതാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗർഭിണിയായിട്ട് ഫസ്റ്റ് മാസം മുതൽ നിങ്ങൾ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാതെ 7ാമത്തെ മാസം മുതൽ നിങ്ങൾ പോകാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ മാസം തുടക്കത്തിൽ നിങ്ങൾ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ ലാസ്റ്റ് മാസം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മാസം എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ബേബി പൂർണ്ണ വളർച്ചയിലെത്തി, അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രസവം നടക്കാം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ തിങ്ങിനിറങ്ങുന്ന സ്ഥലങ്ങളാണ് അമ്പലങ്ങളിലൊക്കെ. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവിടെ നേരിടേണ്ടി വരാം. ചിലപ്പോൾ അവിടെ നിന്ന് കുഴഞ്ഞു വീഴാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഡെലിവറി നടക്കാം. അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ആ സമയങ്ങളിൽ അമ്പലത്തിൽ വരേണ്ട, അതായിരിക്കാം അശുദ്ധിയാവും അമ്പലം എന്നുള്ള രീതി ആയിരിക്കാം അവർ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഇപ്പോഴും ആർക്കും അതിനുള്ള ഉത്തരങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം കുഞ്ഞുങ്ങളെ ആദ്യത്തെ മാസങ്ങളിലൊന്നും കുഞ്ഞുങ്ങളെ അമ്പലത്തിൽ കൊണ്ടുവരുന്നത് പറയും. കാരണം അവർ അപ്പീടും മൂത്രയ്ക്കും അതൊക്കെ അശുദ്ധിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പീരീഡ്സ് എന്ന മാസങ്ങളിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നത്. അപ്പോൾ അശുദ്ധി ആയിരിക്കാം അതിന് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് മിനിറ്റൊക്കെ ഈ അമ്മമാരെല്ലാം വന്നത് കയ്യിൽ ചരടൊക്കെ കെട്ടിത്തരും. അതായത് നിങ്ങൾ
6 മാസം വരെ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചവർ എൻ്റെ കുട്ടീനെയും അമ്മേനെയൊക്കെ എന്നെയും കുട്ടീനെയും രക്ഷിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും, അമ്പലങ്ങളിൽ പോയി. 7ാമത്തെ മാസം മുതൽ ദൈവമൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ പ്രസവിച്ചോ എന്നുള്ള രീതിയാണോ ഇത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്നിട്ട് പിന്നെ കയ്യിൽ വന്ന് ചരട് കെട്ടി തിരഞ്ഞെടുക്കുന്നത് എന്ത് ലോജിക്കാണുള്ളതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ സംശയം ഇപ്പോഴും ബാക്കിയാണ്. എന്നാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത് വലിയ വിവാദമൊക്കെ ആവുമെന്ന് ഞാനത് പറയുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത്, വയറിൽ ചൊറിച്ചിലുണ്ടാകുന്നത് കുട്ടിയുടെ മുടി തട്ടിയിട്ടാണ് എന്നുള്ളൊരു പൊട്ട സാധനം പറയുന്നുണ്ട്. ഈ കുട്ടിയുടെ മുടി എങ്ങനെയാണ് പുറത്ത് തട്ടിയിട്ട് നമ്മൾ ചോദിക്കുക, എന്ത് കോമഡിയാണ്. കുട്ടി നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്, അതിൽ നിന്ന് കുട്ടിയുടെ മുടി പുറത്തേക്ക് തട്ടുക എന്ന് പറയുന്നത് അത് ആർക്ക് കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് കേട്ടിട്ടില്ല, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചൊറിച്ചിലുണ്ടാകുന്നതിനൊരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗർഭകാലത്ത് നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റാവും. കാരണം നമ്മൾ ഹീറ്റാവുമ്പോൾ നമ്മൾ കൂടുതൽ ചൂട് ഉണ്ടാകുമ്പോൾ നമ്മൾ ഓൾറെഡി വേർക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഇച്ചിങ് ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വയറ് വികസിക്കുമ്പോൾ നമ്മൾ ഡ്രൈ സ്കിൻ ആവും. ചില ആൾക്കാർക്ക് ഡ്രൈ സ്കിൻ ആകുമ്പോൾ നമുക്ക് ചൊറിച്ചിലുണ്ടാവും. അതൊക്കെ നമുക്ക് ഈ വയറിന് മാത്രമല്ല, ബ്രസ്റ്റിലുണ്ടാവും, അതുപോലെ തന്നെ കാലിലുണ്ടാവും, കൈക്കുണ്ടാവും. ഇതൊക്കെ ഗർഭിണികൾക്കല്ല, അല്ലാണ്ട് വയറിൽ മാത്രമല്ല ഇച്ചിങ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. കുട്ടിയുടെ മുടി കൊണ്ടല്ല ചൊറിയുന്നത്, നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച്, ഇങ്ങനത്തെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ചൊറിച്ചിൽ ഉണ്ടാകുന്നത്. പിന്നെ ഡ്രൈ സ്കിന്ന് ഉള്ളവർ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ മാറ്റാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കുളിക്കുമ്പോൾ ഓയിൽ പുരട്ടുക. അപ്പോൾ ഓയിൽ വരുമ്പോൾ കുറേയൊക്കെ സമാധാനം ഉണ്ടാവും. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസ് ക്രീമോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ പിന്നെ ലാക്ടോഫെറാമിനോ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ബോഡി ഒന്ന് ഡ്രൈ എന്നുള്ളൊരു സാധനത്തൊന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്ക് വരുമെന്ന് പറയുന്ന ഒരു കാര്യം, അതും എത്രത്തോളമാണ് ശരിയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ചൊറിഞ്ഞിട്ടൊന്നും എനിക്ക് സ്ട്രെച്ച് മാർക്കൊന്നും വന്നിട്ടില്ല. ചൊറിയാത്ത സ്ഥലങ്ങളിൽ സ്ട്രെച്ച് മാർക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ബോഡി വികസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ട്രെച്ച് മാർക്ക് വരും. കാരണം നമ്മൾ തടിക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ കാലിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ സ്ട്രെച്ച് മാർക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അത് ബോഡിയിലുള്ള ഓരോ ചേഞ്ചസ് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ചൊറിയുന്നത് കൊണ്ട് സ്ട്രെച്ച് മാർക്ക് വരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ അത്ര കാര്യങ്ങൾ. നിങ്ങൾ ഗർഭിണിയായി കഴിഞ്ഞാൽ രാത്രി നടക്കാൻ പാടില്ല മുറ്റത്തുകൂടെ. പിന്നെ അതുകൊണ്ട് രാത്രി കുളിക്കാൻ പാടില്ല, സന്ധ്യക്ക് കുളിക്കാൻ പാടില്ല, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. രാത്രി നടക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകും. ഞാൻ 7 മാസം കഴിഞ്ഞ് 8ാമത്തെ മാസത്തിൻ്റെ ഫസ്റ്റ് വീക്ക് വരെ കൊച്ചിയിലായിരുന്നു. 1 മണിക്കും 2 മണിക്കും രാത്രിയൊക്കെ കൊച്ചിയിൽ തെരാപര നടക്കുവാണ്. പിന്നെ ഹോട്ടലുകളിൽ ഫുഡ് കഴിക്കാനും ഒക്കെ ഇങ്ങനെ നമ്മൾ നടക്കുകയൊക്കെ ഈ രാത്രി കാലങ്ങളിലൊക്കെ നടക്കുകയൊക്കെ ചെയ്തു. അവിടെ ഇല്ലാത്ത ഭൂതപ്രേത പിശാചുകൾ ഇവിടെ നാട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് മുറ്റത്തൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ എന്താ പറയണ്ടേ പ്രേതബാധകൾ നിങ്ങളെ ബാധിക്കും. പിന്നെ എൻ്റെ അമ്മയ്ക്ക് പറയുന്നത് എന്താ ചൊറിച്ചിൽ എന്തോ സാധനം സ്കിന്നിന് എന്തോ പ്രോബ്ലം വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ മണ്ടത്തരങ്ങളാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊന്നല്ല ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ രാത്രി കാലങ്ങളിൽ മുറ്റത്തൂടെ നടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കാരണം നമുക്ക് പെട്ടെന്ന് പട്ടീനെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും, പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. പെട്ടെന്ന് ഒരാൾ നമ്മളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി കാലം ഇരുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാവും. പക്ഷെ വെളിച്ചൊന്നും ഉണ്ടാകുമ്പോൾ നമുക്കത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ രാത്രി കാലങ്ങളിൽ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രാത്രി കാലങ്ങളിൽ മുറ്റത്തൂടെ നടന്നാലും അല്ലെങ്കിൽ പറമ്പിൽ കൂടെ നടന്നു കഴിഞ്ഞാലും എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും നിൽക്കണ്ട. അത്തരം കാര്യങ്ങളൊക്കെ മണ്ടത്തരെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് അതിൽ വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാകും, എനിക്കറിയാം. പിന്നെ എനിക്ക് പറയാനുള്ളത് കുളിക്കുന്ന കാര്യത്തിൽ ഈ സന്ധ്യക്ക് കുളിച്ചാൽ എന്താ കുഴപ്പം? സന്ധ്യക്ക് കുളിച്ചാൽ എന്താ കുഴപ്പം? എനിക്ക് ഇതുവരെയായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. കാരണം നമ്മളുടെ ശരീരം ഹൈജീനിക് ആക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ സമയങ്ങളിലുള്ള കാര്യം. കാരണം നമ്മൾ എത്ര പ്രാവശ്യം കുളിക്കുന്നോ അത്രയും നല്ലതാണ് ഈ ബോഡിക്ക് ഐസ്. കാരണം നമ്മൾ ഹീറ്റ് കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ബോഡിക്ക്. അതുകൊണ്ട് രാത്രിയും കുളിക്കാം, സന്ധ്യക്കും കുളിക്കാം, ഉച്ചക്കും കുളിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. രാത്രി കുളിച്ച് കിടക്കുന്നതാണ് ഒരുപക്ഷെ നമുക്ക് ഉറക്കം നന്നായിട്ട് കിട്ടാൻ സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് നല്ല സുഖകരമായിട്ട് ഉറങ്ങാം എന്നുള്ളതാണ്. അല്ലാതെ
ഈ കുളിക്കുന്ന ടൈം മാറ്റിയതിനെ കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ട്രാവലിൻ്റെ കാര്യം. ഇനി അവസാനത്തെ ഒരു കാര്യം പറയുന്നത് ട്രാവലിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഈ രാത്രി യാത്ര ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ആക്സിഡൻ്റ് ആവുന്നതും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കാം അങ്ങനെ യാത്ര. അല്ലാതെ ഇതിലും അന്ധവിശ്വാസങ്ങൾ കയറ്റിക്കൊണ്ടുവരരുത്. കാരണം രാത്രി ഗർഭിണികൾ യാത്ര ചെയ്യുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ പെയിൻ വന്നു കഴിഞ്ഞാലൊക്കെ രാത്രി നമുക്ക് പോകേണ്ടി വന്നാൽ നമ്മൾ പോകണം എന്ന് കരുതി ആ സമയത്ത് എന്തോ പ്രശ്നം വരും അതുകൊണ്ട് മാറി നിൽക്കണം എന്നൊക്കെ പറയുന്നതിലെ മണ്ടത്തരം എനിക്കറിയത്തില്ല എങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലോങ് യാത്ര നടത്തരുത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഗർഭിണിയായ സമയത്ത് നമ്മൾ ഈ യാത്രയ്ക്ക് ഒഴിവാക്കണം, നമ്മളെല്ലാം മാറ്റി വെക്കണം എന്നൊക്കെ പലരും പറയും. പക്ഷേ ഞാൻ 3-ാമത്തെ മാസം 4-ാമത്തെ മാസമൊക്കെ ഞാൻ ട്രിപ്പ് പോയ ഒരാളാണ്. എൻ്റെ ഫ്രണ്ട് 5-ാമത്തെ മാസം 6-ാമത്തെ മാസം ഞാൻ തായ്ലൻഡിൽ വയറും കൊണ്ട് ട്രിപ്പ് പോയ ആളാണ്. കാരണം നമ്മൾ എങ്ങനെയാണോ നമുക്ക് സന്തോഷം കിട്ടുക അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. ഈ കോംപ്ലിക്കേഷൻസും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളവർ ഡോക്ടറുകളോട് ചോദിച്ച് സജഷൻ ഒപ്പീനിയനൊക്കെ തേടിയിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന കാര്യം, ഞാൻ 8-ാം മാസമാണ് കൊച്ചിയിൽ നിന്ന് ഇവിടുന്ന് കണ്ണൂരേക്ക് വന്നത്. 7-8 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട്. അപ്പോൾ ഡോക്ടർ പറയും കാറിൽ പോകുന്നത് അത്ര സേഫ് അല്ല എന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ റോഡിൻ്റെ പരിതാപകരമായ കാര്യം കൊണ്ട് തന്നെയാണ്. നമ്മൾ റോഡ് ഉടനീളം കുഴികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുന്നത് അത്ര സേഫ് അല്ല എന്ന് പറയും. പക്ഷേ ട്രെയിൻ യാത്ര അതൊക്കെയാണ് നല്ലത് പറയും. പക്ഷേ ഞാൻ പറയുന്നു കാർ യാത്രയെ പോലെ ബെസ്റ്റ് ഓപ്ഷൻ വേറൊരു യാത്രയിൽ നമുക്ക് കിട്ടത്തില്ല. കാരണം ട്രെയിൻ യാത്ര എന്നൊക്കെ പറയുന്നത് ഒരുപാട് ആളുകളില്ലാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പല രോഗങ്ങളും വരാം. പിന്നെ നമുക്ക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളും വരാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള വണ്ടികൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. കാരണം പതുക്കെ പോയാൽ മതി. പതുക്കെ നിങ്ങൾ സേഫായിട്ട് പോവുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചായയൊക്കെ കുടിച്ച് അങ്ങനെ റിലാക്സ് ചെയ്തിട്ട് പോവുക. അതാണ് ഏറ്റവും വലിയ ബെറ്ററായിട്ടുള്ള ഓപ്ഷൻ. അതായത് നിങ്ങൾക്ക് കാറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നടുവേദന നന്നായിട്ടുണ്ടാവാം. അപ്പോൾ അത് ഓരോ മണിക്കൂർ നിർത്തി പതുക്കെ അങ്ങനെ വന്നാൽ മതി. അപ്പോൾ ട്രാവലൊന്നും ഒരു 8 മാസം വരെ ഒരു പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനിയും കുറേ ക്വസ്റ്റ്യൻസും കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറയാൻ കഴിഞ്ഞാൽ 1 മണിക്കൂർ ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്കും ഒരുപാട് മറു ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മറു അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകും. പല സംശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഈ ഗർഭകാലത്ത് ഉണ്ടാകാം. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നാണെങ്കിൽ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പ്രശ്നമൊന്നുമില്ല. ഞാൻ നിങ്ങളുമായിട്ട് തർക്കിക്കാനൊന്നും വരില്ല. എനിക്ക് തോന്നിയ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.